ഹലോ മൈ ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ മല്ലി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ ആഫ്രിക്കൻ മല്ലി. ആഫ്രിക്കൻ മല്ലി നിന്നും എങ്ങനെ പുതിയ ചെടി ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ആഫ്രിക്കൻ മല്ലി ഒരു വിദേശി ഇനമാണെങ്കിലും കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരും. ഇതിന് പ്രത്യേക പരിചരണം ഒന്നും വേണ്ട, ഏത് തണലത്തും ഇത് വളർത്തിയെടുക്കാം. നമ്മുടെ സാധാരണ മല്ലി ഉപയോഗിക്കുന്ന എല്ലാ വിഭവങ്ങളിലും നമ്മൾക്ക് ഈ ഇല ഉപയോഗിക്കാം. ഇതിന് നല്ല സ്മെല്ലാണ്, നമ്മുടെ മല്ലിയിലയുടെ അതേ സ്മെല്ലാണ്. ഇത് ആരോഗ്യത്തിനും നല്ലതാണ്. ഇത് ശോധനക്കും വയർസ്തംഭനത്തിനും എല്ലാത്തിനും ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ആശ്വാസം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇതാ ഞാൻ ഈ മല്ലിയിൽ നിന്നും ഒരു കമ്പ് വന്നിട്ടുണ്ട്. ഈ കമ്പിലാണ് ഇതിൻ്റെ പൂക്കൾ ഉള്ളത്. ഈ പൂവിന് ചെറിയ അരി പോലെയുള്ള ഒരു മുട്ട് കാണുന്നുണ്ട്. അതിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് ഉണ്ടാകുന്നത്. എന്നാൽ എനിക്കിവിടെ ഒരൊറ്റ വിത്ത് പോലും മുളച്ച് കിട്ടുന്നില്ല. അപ്പം ഞാനിതാ ഈ കമ്പിൽ നിന്നും വന്നിട്ടുള്ള ഇതുപോലെയുള്ള മുള എടുത്തിട്ടാണ് ഞാൻ പുതിയ തൈ നട്ടുണ്ടാക്കുന്നത്. ഇതാ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ്, ഞാൻ ഈ മുറിച്ചെടുത്ത ഈ ഒരു ഭാഗത്ത് നിന്നാണ് വേര് വരുന്നത്. ഇതാ അവിടെ നിന്നും വേര് വരും. ഇത് നമുക്ക് കുമ്പിൾ കുത്തി മണ്ണിൽ നമുക്ക് നട്ടു കൊടുക്കാം. ഇത് ഞാൻ കമ്പിൽ നിന്നും ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് പുതിയ തൈ ഉണ്ടാക്കുന്നത്. ഇതിന്റെ 2 ഇല ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു കറിയിലേക്ക് മതിയാകും. അത്ര സ്മെല്ലാണ് ഇതിന്. ഇത് ഞാൻ കുറച്ച് തൂമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൽ കുമ്പിൾ കുത്തി കൊടുത്ത് കുറച്ച് മണ്ണ് നിറയ്ക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ പ്രമേഹം കുറയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ നമുക്ക് ഇതിലേക്കൊന്ന് ഉറപ്പിച്ച് വെക്കാം. നമുക്ക് ഇങ്ങനെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇതിന് വേര് വരും. അപ്പോൾ നമുക്കിതെടുത്ത് തറയിലോ ഗ്രോ ബാഗിലോ നമുക്ക് നട്ടു കൊടുക്കാം. ഇതിന് പ്രത്യേക പരിചരണം ഒന്നും വേണ്ട, ഏത് തണലത്തും ഇത് നടാം കേട്ടോ. ഇതിന് വെയിലൊന്നും നിർബന്ധമില്ല. ഇത് നമുക്ക് ഇതിന് ലേശം നനച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു തണലത്ത് വെക്കാം. 3-4 ദിവസത്തിന് ശേഷം നമുക്ക് ഇത് നട്ടു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഇതാ ഞാൻ അങ്ങനെ നട്ടിട്ടുള്ള മല്ലിത്തൈയാണ് ഇത്. ഇതുപോലെ മുളപ്പിച്ചെടുത്തതാണ് ഈ തൈകൾ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.